ഇവിടെ മഴ പെയ്യുന്നത് കൊണ്ട് ഹീറോയുടെ വീടിന്റെ റൂഫ് ലീക്ക് ആകുന്നുണ്ട്. ഇത് റെഡിയാക്കാൻ പോയതും അത് പൊളിഞ്ഞു വീണു. അതിനകത്ത് നിന്ന് ഒരു ബാഗ് വന്ന് നിലത്ത് വീണു. ആ ബാഗ് എടുത്തു നോക്കിയാൽ അവന്റെ മുത്തശ്ശന്റെ പേര് അതിലുണ്ട്. ആ ബാഗിന്റെ അകത്ത് പഴയ ഒരു ഡയറി ഉണ്ട്. ആ ഡയറി എടുത്ത് ഇവൻ വായിച്ചു നോക്കി. ഇവന്റെ മുത്തശ്ശൻ ഇന്ത്യയും പാകിസ്ഥാനും വിഭജിക്കുന്നതിന് മുമ്പ് ഇപ്പോഴുള്ള പാകിസ്ഥാനിൽ ജ്വല്ലറി ഷോപ്പ് നടത്തുന്ന വലിയ പണക്കാരനായിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനെയും പിരിക്കണമെന്ന് പറഞ്ഞ ആളുകൾ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. അയാളുടെ വീട് കത്തിക്കാൻ വന്നതും അയാളുടെ കയ്യിലുള്ളതെല്ലാം എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കി. പോകുന്ന വഴിയിൽ വിശ്രമിക്കാൻ ഒരു അമ്പലത്തിൽ കയറി കയ്യിലുള്ള സ്വർണമുള്ള ചാക്ക് അവിടെ ഒരു ശില്പത്തിന് മുകളിൽ വെച്ചതും എന്തോ സിസ്റ്റം ആക്ടിവേറ്റ് ആയി അതിനകത്തേക്ക് വീണു. അത് എടുക്കാൻ നോക്കിയതും അതിനുള്ളിൽ അമ്പലത്തിനടിയിലുള്ള ഒരു അറയിൽ ചെന്ന് അത് വീണു. ആ അറയുടെ അകത്തു നിന്ന് എങ്ങനെ അത് തിരിച്ചെടുക്കണമെന്നാണ് ആ ഡയറിയിൽ എഴുതി വെച്ചിരിക്കുന്നത്. എന്നാൽ ആ ഡയറി പഴയതായതുകൊണ്ട് തന്നെ കുറെയൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പൊ ഇവന് നിധി തിരിച്ചു കണ്ടുപിടിക്കാൻ വേണ്ടി പാകിസ്ഥാനിലേക്ക് തന്നെ എത്തി. അവിടെ പോയവനും ആ അമ്പലമുള്ള സ്ഥലം തിരഞ്ഞു നടക്കുന്നത് കണ്ടതും ഇത് കുറെ കാലമായി തിരഞ്ഞു നടക്കുന്ന വില്ലന്മാരും ഇവനെ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിക്കാൻ തുടങ്ങി. എങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ട ഇവൻക്കും ഒരു പെണ്ണ് ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. കാരണം ആ പെണ്ണിന്റെ അച്ഛൻ ഒരു ആർക്കിയോളജിസ്റ്റ് ആണ്. അയാളും അമ്പലമുള്ള സ്ഥലം കണ്ടുപിടിച്ചിരുന്നു. ആ സ്ഥലം പറയാതിരുന്നതും ആ വില്ലന്മാരെ അയാളെ കൊന്നു കളഞ്ഞിരുന്നു. ഇപ്പൊ ആ പെണ്ണിന്റെ സഹായത്തോടെ ആ സ്ഥലം അവൻ കണ്ടുപിടിച്ചു. ഇതേ ടൈമിൽ ആ വില്ലന്മാർ അങ്ങോട്ട് വന്നു. എന്നാൽ നിധിയുള്ളത് അതിനടിയിലുള്ള അറയിലായിരുന്നു. എന്നാൽ അങ്ങോട്ട് പോകണമെങ്കിൽ കുറെ ട്രാപ്പുകളിൽ നിന്ന് രക്ഷപ്പെടണം. അത് കണ്ട വില്ലന്മാരും ഹീറോയുടെ സഹായത്തോടെ അവിടേക്ക് ഇറങ്ങി. ഇവന് അവിടെയുള്ള ഒരു ട്രാപ്പിലും പെടാതെ അത് സോൾവ് ചെയ്തു. ഓരോന്നിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതേ ടൈമിൽ ഇവന്റെ കൂടെ വന്ന കുറെ വില്ലന്മാര് ഓരോ ട്രാപ്പിലും പെട്ട് മരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം ആ നിധിയുള്ള അറ ഇവൻ കണ്ടുപിടിച്ചു. എന്നാൽ വില്ലന്മാരുടെ ബോസ് മാത്രമേ ഇനി ജീവനോടെ ഉള്ളൂ. ആ പാവപ്പെട്ടവനും അവസാനത്തെ ട്രാപ്പിൽ പെട്ട് മരിച്ചുപോയി. ഇവന് നഷ്ടപ്പെട്ടു പോയ മുത്തശ്ശന്റെ നിധി കൂമ്പാരം കണ്ടുപിടിച്ച് വലിയ പണക്കാരനായി മാറി.